ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് പനി പിടിച്ച് മൂഞ്ചിരിക്കുന്ന എൻ്റെ മൂഞ്ചിയാണ്. ആക്ച്വലി രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഉറങ്ങിയിട്ടില്ല, അപ്പോൾ അത് കാരണം എണീക്കാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല പനി ഉണ്ടായിരുന്നു, നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. ത്രോട്ട് ഇൻഫെക്ഷൻ ഇന്നലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞല്ലോ, ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അത് കാരണം ഞാൻ ഇതേ കണ്ടു, ഇതാണ് ഞാൻ പറഞ്ഞ കോറിഡോറ്. ഈ കോറിഡോറിലൂടെയാണ് രാവിലത്തെ വാക്ക് ചെയ്തത്. അത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് പതുക്കെ നടന്നുള്ളൂ, പനിയായത് കാരണം. അപ്പോൾ മോർണിംഗ് വർക്കൗട്ട് നമ്മൾ അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഹായ് ഗൈസ്, ഇന്ന് സൺഡേ മോർണിംഗ് ആണ്. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, എനിക്ക് ഒട്ടും വയ്യ. ഇന്നലെ രാത്രി തൊട്ടേ സ്ലൈറ്റായിട്ട് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇന്ന് കൂടി തലവേദനയായി. തലവേദന പതുക്കെ പനിയായി. എനിക്കിപ്പോഴും ടെമ്പറേച്ചർ ഉണ്ട്, തലവേദന വിട്ടിട്ടില്ല. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ. സോ ഐ ഡോണ്ട് നോ, കുറച്ച് നേരം കൂടെ എന്തായാലും കിടന്നുറങ്ങണം. ബിക്കോസ് 6 hours സ്ലീപ്പ് നമുക്ക് എത്തിയിട്ടില്ല. സോ എന്തായാലും കുറച്ച് നേരം കൂടെ ഉറങ്ങണം. രാവിലത്തെ വർക്കൗട്ട് പക്ഷെ ഞാൻ എന്നാലും എങ്ങനെയൊക്കെയോ തീർത്തു. പുറത്ത് പോയില്ല കേട്ടോ. ഇനി മഞ്ഞ് കൊണ്ടിട്ട് ഇനി വരണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഹോസ്റ്റലിൽ തന്നെയാണ് നടന്നത്. അത് കഴിഞ്ഞ് റൂമിൽ കുറച്ച് സ്ട്രെച്ചിങ്ങും ചെയ്തു. ഓവറായിട്ട് നമ്മൾ സിക്കായിരിക്കുന്ന സമയത്ത് നമ്മൾ ബോഡി സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. സോ അത് കാരണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് ഉറങ്ങാൻ പോവാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മെസ്സിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും. ആക്ച്വലി മെസ്സിൽ പോകണമെന്നും പറഞ്ഞിട്ട് ഞാൻ മെസ്സിൽ പോയില്ല കേട്ടോ. ഒരുമാതിരി മൂടിക്കെട്ടി കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഹായ് ഗൈസ്, എനിക്ക് പനി ഒട്ടും സഹിക്കാൻ വയ്യാതെ ഞാനും എൻ്റെ ചേച്ചിയും കൂടെ രണ്ടുപേരും കൂടെ ഇപ്പോൾ ക്ലിനിക്കിൽ പോയി. ക്ലിനിക്കിൽ പോയപ്പോൾ BP ലോ ആയിരുന്നു, ടെമ്പറേച്ചർ ഒരു 100 ഉണ്ടായിരുന്നു. സോ ഡോളോ കഴിച്ചോളാൻ പറഞ്ഞു. ഇപ്പോൾ ഒരെണ്ണം കഴിച്ചു, നല്ല ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ക്ഷീണം പോലെ ഉണ്ട്. സോ രാവിലെ നമ്മൾ ഔട്ട്ഡോർ വർക്കൗട്ട് ചെയ്തു, നടത്തായിരുന്നു. അത് കഴിഞ്ഞ് ഈവനിങ് എന്നോട് അധികം ബോഡി സ്ട്രെയിൻ ചെയ്യേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ മിക്കവാറും മെഡിറ്റേഷനോ അല്ലെങ്കിൽ യോഗ സ്ട്രെച്ചിങ്ങോ ആയിരിക്കും. എനിക്ക് ആക്ച്വലി യോഗയും അത് ചെയ്യുന്നതും വീഡിയോ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ലൈക്ക് വീഡിയോയിൽ അതും ഉൾപ്പെടുത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ റൂമിൽ സ്ഥലമില്ലാത്ത കാരണം എങ്ങനെയൊക്കെയോ എത്തിയും പിടിച്ചുമാണ് ചെയ്യുന്നത്. വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ വർക്കൗട്ടിൻ്റെ വീഡിയോസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ കുറച്ച് നേരം കൂടെ റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ രാത്രി മരുന്ന് കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ മെസ്സിൽ പോയി ഭക്ഷണം കഴിക്കാൻ നിന്നില്ല. അതിന് പകരം ഒരു കട്ടൻ ചായയും ബ്രെഡുമാണ് കഴിച്ചത്. അതാകുമ്പോൾ നമുക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ബ്രെഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ആയിരിക്കുമല്ലോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വേണ്ടി. അപ്പം ഞാനൊരു 2 ബ്രെഡും കട്ടൻ ചായ, മധുരമില്ലാത്ത കട്ടൻ ചായയാണ് കഴിച്ചത്. അതിനുശേഷം ഒരു ഡോളോ കൂടി കഴിച്ചു. 5 മണിക്കൂർ കൂടുമ്പോൾ ഓരോ ടാബ്ലറ്റ് എടുത്തോളാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നത്, നിങ്ങൾ ആക്ച്വലി എങ്ങനെയാണ് മരുന്ന് കഴിക്കുന്നത്? ആദ്യം വായിൽ വെള്ളം ഒഴിച്ചിട്ടാണോ ഗുളിക ഇടുക, അല്ലെങ്കിൽ ആദ്യം ഗുളിക ഇട്ടിട്ടാണോ നിങ്ങൾ വെള്ളം കുടിക്കുക? ഞാൻ ആദ്യം പറഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഗുളിക ഇടുന്നത്. അത് പണ്ട് തൊട്ടേ അങ്ങനെ ശീലിച്ചു പോയതാണ്. കാണിച്ചു തരട്ടെ. ഞാൻ ഈ താജ്മഹലിൻ്റെ ടീ ബാഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ടീ ബാഗ്സ് ആകുമ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിത് ചായ ഉണ്ടാക്കിയതിന് ശേഷം ഒരു സ്പൂണിലാക്കി ഇവിടെ വെച്ചു. ഇവിടെ വെച്ച സമയത്ത് ആ വെള്ളം മുഴുവനും എൻ്റെ പൗച്ച് വലിച്ചെടുത്തിട്ട് പൗച്ചിലിപ്പോൾ ഒരു ഡിസൈൻ ആയിട്ടുണ്ട്. കൊള്ളാം. ഇന്നത്തെ ലാസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഞാൻ നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടും കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ചെയ്തത് കുറച്ച് സ്ട്രെച്ചിങ്ങും പിന്നെ കുറച്ച് മെഡിറ്റേഷനും. ഓൾറെഡി പനിയായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ ആ സമയത്ത് ബോഡി ഇനിയും സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പനി കൂടും നാളെ ആകുമ്പോഴേക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് ബെറ്റർ ആയിട്ടുണ്ട്, പനിയൊക്കെ കുറഞ്ഞു. ഡോളോ കഴിക്കുന്നുണ്ട്. എന്തായാലും ഉറങ്ങുന്നതിൻ്റെ മുന്നേ ഒരു ഡോളോയും കൂടെ കഴിക്കണം. വെള്ളം ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പോയി നിറച്ചതാണ്, അതും ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. കുറച്ചും കൂടെ ബാക്കിയുണ്ട്, ഇത്ര ഒരു 1/2 ലിറ്ററും കൂടെ ബാക്കിയുണ്ട്. അതിപ്പോൾ എന്തായാലും കുടിച്ച് തീരും. വേറെ ഇപ്പോൾ പറയാൻ വേണ്ടി മാത്രം ഒന്നുമില്ല. ബുക്ക് ഞാൻ വായിക്കാൻ പോവുകയാണ്. ബുക്ക് വായിച്ചിട്ടില്ല, അത് വായിക്കാൻ പോവുകയാണ്. അപ്പോൾ അതും കൂടെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ചെക്കാണ്. ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ ബർത്ത്ഡേയുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ബാക്കിയൊന്നും പറയാൻ മറന്നുപോയി. ഇന്നലെ ചെയ്തത് രാവിലെ ഞാൻ ഇൻഡോർ വർക്കൗട്ടാണ് ചെയ്തത്.
വീട്ടിന് റൂമിൻ്റെ അകത്ത് തന്നെയായിരുന്നു വർക്കൗട്ട് ചെയ്തത് രാവിലെ. അത് കഴിഞ്ഞ് വെള്ളം എല്ലാം കുടിച്ചിട്ടുണ്ട്. ഈവനിങ്ങിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയത്, ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. സോ ഈവനിങ് വർക്കൗട്ടിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് പനിയാവാനൊരു ചാൻസ് ഞാൻ കാണുന്നത്, ഇന്നലെ ഞാൻ നടക്കാൻ പോയത് നല്ല ലേറ്റ് ആയിട്ടായിരുന്നു. അറൌണ്ട് 7 o'clock ആണ് നടക്കാൻ പോയത്. സോ പുറത്ത് നല്ല മഞ്ഞുണ്ടായിരുന്നു. ആ മഞ്ഞ് കൊണ്ടിട്ട് തല വേർത്തിട്ടാണ് പനിയായത് എന്ന് ഞാൻ സ്ട്രോങ്ലി വിശ്വസിക്കുന്നു. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബുക്കും കൂടെ വായിച്ചിട്ട് ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പനിയായിട്ട് പോലും ഗൈസ് ഞാൻ 75 ഹാർഡ് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പം എന്തായാലും നാളെ പനിയെല്ലാം മാറി നമുക്ക് വർക്കൗട്ടും എല്ലാം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും ബൈ.